കൊച്ചിയിലെ അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ കോടതി ഉത്തരവ് ലംഘിച്ച് പങ്കെടുത്ത സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ളവർക്കെതിരെ കേസ്. UAPA കേസ് പ്രതിയാണ് സിദ്ദിഖ് കാപ്പൻ. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്നതിനും അനുമതിയില്ലാതെ ഉച്ചഭാഷിണി ഉപയോഗിച്ചതിനുമാണ് കേസ്. സിദ്ദിഖ് കാപ്പൻ, പ്രമോദ് പുഴങ്കര, CP റഷീദ് അടക്കം 11 പേർക്കെതിരെയാണ് കേസ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ നടത്തിയത്. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ശക്തമായിരുന്നു. കാരണം UAPA കേസിലെ പ്രതിയാണ് സിദ്ദിഖ് കാപ്പൻ. മാത്രമല്ല, സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരത്തിൽ ഉള്ള സംഘടനകളുമായി, തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി യാതൊരു തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംഘടനകളുമായോ ആ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയോ അവരുമായി ഇടപെടുകയോ ചെയ്യരുതെന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ജാമ്യ നിർദ്ദേശം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അർബൻ മാവോയിസ്റ്റുകൾ തന്നെ സംഘടിപ്പിച്ച ഇത്തരമൊരു കൂട്ടായ്മയുടെ ഭാഗമായി UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ എത്തുന്നത്. അവിടെ മാധ്യമ പ്രവർത്തകൻ എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് സിദ്ദിഖ് കാപ്പനെ കൊണ്ടുവരുന്നത്. എന്നാൽ പോലീസിന്റെ അനുമതികളൊന്നും തന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്കായി ഇവർ വാങ്ങുകയും ചെയ്തിരുന്നില്ല. തുടർന്ന് ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ പോലീസ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പരിപാടി ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ പരിപാടി തടസ്സപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അത് നടത്തരുത് എന്ന് കർശനമായി പറയാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഈ നോട്ടീസ് നൽകിയതിന് ശേഷവും അതിനുശേഷം പോലീസ് ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ എഴുതിയെടുക്കുന്നതിനിടെ 2 പേർ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായില്ല. പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല. അവരെ ഇന്നലെ തന്നെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ അടക്കം UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയ തോതിൽ പോലീസിനെയും ഒപ്പം തന്നെ ഭരണ സംവിധാനങ്ങളെയും എല്ലാം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മാത്രമല്ല, അർബൻ മാവോയിസ്റ്റായ റിജാസ് ഗുരുതരമായ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട ആളാണ്. അത്തരം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. അതിന് UAPA കേസ് പ്രതിയെ തന്നെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനുമായി കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ റിജാസ് ആണ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുകൊണ്ട്, ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റ് ഇടുന്നത്. തുടർന്ന് മഹാരാഷ്ട്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒപ്പം തന്നെ മഹാരാഷ്ട്ര ATS വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ തെളിവുകൾ കൂടി, ഇയാളുടെ അർബൻ മാവോയിസ്റ്റ് ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന നിരവധി ഡിജിറ്റൽ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സുപ്രധാനമായ തെളിവുകൾ ലഭിക്കുകയും രാജ്യത്തിനെതിരായ ഇത്തരം നീക്കങ്ങൾ ഒപ്പം തന്നെ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്തതായി ATS കണ്ടെത്തിയ അതേ ആൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടും അയാളെ മോചിപ്പിക്കണം, ജയിൽ മോചിതനാക്കണം, വിട്ടയക്കണം, നിരുപാധികം വിട്ടയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചതും. സിദ്ദിഖ് കാപ്പൻ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായി എത്തുകയും എല്ലാം തന്നെ ചെയ്തത്. ഇന്നലെയും നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കാനും കൊച്ചി നഗരത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമവും ഈ അർബൻ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുമ്പോൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചടക്കമുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തുടർന്നാണ് പോലീസ് ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ള ആളുകൾക്കെതിരെ അന്യായമായി സംഘം ചേർന്നതിനും അനുമതിയില്ലാതെ മൈക്ക് പ്രവർത്തിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി, വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഇന്നലെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് BJP ജില്ലാ കമ്മിറ്റിയും നേതൃത്വത്തിൽ BJP നേതാക്കൾ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് സിദ്ദിഖ് കാപ്പൻ പങ്കെടുക്കുമ്പോൾ അത് തടയണം, അത്തരമൊരു പരിപാടി നടത്താൻ അനുവദിക്കരുത് എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. എന്നാൽ പോലീസ് ഈ പരിപാടി തടയാനുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല. പകരം പരിപാടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അനുമതിയില്ലാതെ ഈ മൈക്ക് ഉപയോഗിച്ചു എന്നതടക്കമുള്ള കേസുകൾ ചുമത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ പരാതി വ്യാപകമാവുകയും ഒപ്പം തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് സിദ്ദിഖ് കാപ്പനെതിരെ കേസ് എടുക്കാൻ കൊച്ചി സിറ്റി പോലീസ് തയ്യാറായിട്ടുള്ളത്. അതെ, അതോടൊപ്പം ജിജീഷ്, സിദ്ദിഖ് കാപ്പൻ UAPA കേസ് പ്രതിയാണ്. മറ്റ് 11 പേർക്ക് കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ പ്രമോദ് പുഴങ്കര ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകനുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ 11 പേർ ആരാണ്? ഇവർക്ക് സിദ്ദിഖ് കാപ്പന്റെ പശ്ചാത്തലം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ പരിപാടിയിൽ പങ്കെടുത്തത്?
രോഹിണി, ഈ കൃത്യമായി തന്നെ ഈ സിദ്ദിഖാപ്പൻ്റെ പശ്ചാത്തലം ഇവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഒപ്പം തന്നെ റിജാസിൻ്റെ പശ്ചാത്തലം അറിയാം. റിജാസ് ഏത് കേസിൽപ്പെട്ടാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് എന്ന കാര്യം കൃത്യമായി തന്നെ അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാവോയിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ അർബൻ മാവോയിസ്റ്റുകളെല്ലാം ഒരു ഭാഗത്ത് സംഘടിക്കുകയും അതിലൊരാൾ മുഖ്യ പ്രഭാഷകനും ഉദ്ഘാടകനുമായി എത്തുകയും എല്ലാം ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അലൻ അടക്കം ഉള്ള ആളുകൾ, അലൻ ഷുഹൈബ് അടക്കമുള്ള ആളുകൾ നേരത്തെ പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള, ഇപ്പോഴും വിചാരണ നേരിടുന്ന, ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വിചാരണ നേരിടുന്ന അലൻ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നഗരം കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് കൂടിയാണ് ഇത്തരത്തിൽ വഞ്ചി സ്ക്വയറിൽ പരിപാടി സംഘടിപ്പിച്ചത്. സ്ഥിരമായി തന്നെ ഹൈക്കോടതി വഞ്ചി സ്ക്വയർ എന്ന് പറയുന്നത് അർബൻ മാവോയിസ്റ്റ് വിഭാഗങ്ങളുടെയും തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചാരകരുടെയും എല്ലാം തന്നെ ഒരു സംഘടിത ഇടം എന്ന നിലയിലാണ് കാലങ്ങളായി തന്നെ അവിടെയാണ് അവർ സംഘടിക്കാറ്. ഈ ഒരു യോഗം സംഘടിപ്പിച്ചതും അതുതന്നെയാണ്. മാത്രമല്ല ഭരണകൂടത്തെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിനെയും അടക്കം വിമർശനങ്ങൾ മാത്രമല്ല വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ കലാപ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങേണ്ടതടക്കമുള്ള കാര്യങ്ങളും എല്ലാം തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭരണകൂടത്തിനെതിരായ നീതി നിർവഹണ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുക എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇങ്ങനെയൊരു ഐക്യദാർഢ്യ സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം തന്നെ അർബൻ മാവോയിസ്റ്റ് സ്വഭാവമുള്ള ആളുകളാണ്. ഇത്തരത്തിൽ പല പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ കാലങ്ങളായി ഉള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ ഈ ഒരു പരിപാടി നടക്കുമെന്ന് വളരെ മുൻകൂട്ടി അറിയിച്ചിട്ടും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല സിദ്ദിഖാപ്പൻ തന്നെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് വിവാദമായതുകൊണ്ടാണ് താൻ എങ്ങനെയും ഇവിടെ പങ്കെടുക്കണമെന്ന വാശി തനിക്കുണ്ടായിരുന്നു. ആ വാശി തീർക്കുക കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താൻ ചെയ്തത് എന്ന കാര്യമാണ് സിദ്ദിഖാപ്പൻ അവിടെ പ്രസംഗത്തിൽ പ്രധാനമായും പറയുകയും ചെയ്തത്. ശരി ജിജീഷ്, വ്യക്തമാണ്. കൊച്ചിയിലെ അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ കോടതി ഉത്തരവ് ലംഘിച്ച് പങ്കെടുത്ത സിദ്ദിഖാപ്പൻ അടക്കമുള്ളവർക്കെതിരെ കേസ്. UAPA കേസ് പ്രതിയാണ് സിദ്ദിഖാപ്പൻ. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.